സഹൃദയരെ സഹോദരങ്ങളെ, നൂറെ മദീന മീലാദ് ഫെസ്റ്റ് 2020 സുബുലുസ്സലാം സുന്നി മദ്രസ എടയൂർക്കുന്നിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മീലാദ് പരിപാടിയുടെ ആദ്യ ദിനമായ ഇന്ന് മദ്ഹുർ റസൂൽ പ്രഭാഷണവും ഉദ്ഘാടന സംഗമവും ഈ വേദിയെ ധന്യമാക്കി നമ്മോട് സംസാരിക്കുന്നു മഹല്ല് പ്രസിഡന്റ് അബൂബക്കർ ഹാജി. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എടയൂർക്കുന്ന് മഹലിലെ നിവാസികൾ, മറ്റു സഹപ്രവർത്തകർ, നമ്മുടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1495ാമത് ജന്മദിനം അത്യുത്സാഹപൂർവ്വമായി കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ ഒരു ചെറിയൊരു ആശംസയിലൂടെ ഈ മഹല്ലിലെ മുഴുവൻ ജനങ്ങളെയും അറിയിക്കുക എന്ന് മാത്രമാണ് നാം ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം എത്രയോ വിപുലമായി നടത്തിയ പ്രവാചകന്റെ ജന്മദിനം ഈ വർഷം ഈ രൂപത്തിലുള്ള നടത്തേണ്ടി വരും എന്ന് ആരെങ്കിലും ചിന്തിച്ചു കാണുമോ, ഓർമ്മിച്ചു കാണുമോ എന്ന് ഒരുപാട് ചിന്തിക്കുന്നത് ഈ അവസരത്തിൽ നല്ലതായിരിക്കുമെന്ന് ഞാൻ ഓർക്കുകയാണ്. നമുക്കറിയാം, ഈ മഹാമാരിയെക്കുറിച്ച്, COVID-19 ഈ മഹാമാരിയുടെ രീതികളും പ്രവർത്തനങ്ങളെല്ലാം കുറിച്ചും 5-8 മാസമായി ലോകമെങ്ങും ഓരോ പിഞ്ചു മക്കളടക്കം പ്രായമുള്ളവരടക്കം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ മഹാമാരിയിൽ നിന്നും നമ്മളെയും നമ്മുടെ നാടിനെയും ലോകത്തെയും മുസ്ലിം സമൂഹത്തെയും സർവശക്തനായ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ, അമീൻ എന്ന് ഞാൻ ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. കൂടുതലായി സംസാരിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വൈകിയ വേളയിലും ഇവിടുത്തെ നമ്മുടെ മഹത്തായ ഈ നബിദിന പരിപാടിക്ക് വേണ്ടി ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഖത്തീബ് ഹസൻ സുൽത്താനി അവർകളെ ഞാൻ ഈ അവസരത്തിൽ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം നബിദിനം ഉപേക്ഷിക്കേണ്ടി വന്ന ഈ സമയത്ത് പോലും ഇത്രയും ഒരു നെറ്റ്വർക്കിലൂടെ ഈ മഹല്ലെ ജനങ്ങളെ നബിദിനം അറിയിക്കുക എന്ന കർത്തവ്യം അദ്ദേഹം നിറവേറ്റിയിരിക്കുകയാണ്. അതിനുവേണ്ടി കുറേ നാളുകളായി ഇങ്ങനെ കുട്ടികളെയും കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും കമ്മിറ്റി വാരങ്ങളെ കൊണ്ടും ഓരോ സമയത്തും വന്ന് ഓരോരുത്തരിൽ നിന്നും ഓരോ പ്രവർത്തനങ്ങളും അവരിൽ നിന്ന് ആശംസകളൊക്കെ പറയണമെന്ന് പറഞ്ഞ് ഈ രൂപത്തിൽ ഒരു ചെറിയൊരു രൂപത്തിനെങ്കിലും പ്രവാചക പ്രഭുവിന്റെ ആ ജന്മദിനം ജനങ്ങളിൽ അറിയിക്കുക എന്ന കർത്തവ്യം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നിർവഹിക്കുന്നതാണ്. കൂടുതലായി സംസാരിക്കുന്നില്ല. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിലെല്ലാം ഈ രൂപത്തിലെങ്കിലും നടത്താൻ സർവശക്ത അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ, ആമീൻ. ഈ സമയത്ത് ഇതിനു വേണ്ടി ത്യാഗം സഹിക്കുന്ന ഹസൻ സുൽത്താനി അവർകളെയും അസിസ്റ്റന്റ് ഖത്തീബ് നൗസാദ് സുൽത്താനി അവർകളെയും ഷാഫി ലത്തീഫി ഉസ്താദ് അവർകളെയും മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, മഹലിലെ നിവാസികൾ, അത് വിദ്യാർത്ഥികൾ, മറ്റു സഹപ്രവർത്തകർ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ദീനീ പ്രബോധനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം പറയുന്നതോടൊപ്പം ഈ മഹാമാരിയിൽ നിന്നും നമ്മ ഏവരെയും അള്ളാഹു കാത്തുരക്ഷിക്കാമാറാകട്ടെ, ആമീൻ. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളി ഈ രൂപത്തിൽ പണിത് തീർത്തു തന്ന വാക്കപ്പി ഉസ്താദ് അവരുടെ നാം ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിനും നമ്മൾ ക്ഷണിച്ച് ഇവിടെ ഈ നബിദിന പരിപാടിക്ക് ക്ഷണിച്ച് വരുത്തേണ്ടതായിരുന്നു. പക്ഷെ ഈ രൂപത്തിലുള്ള കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് അതൊന്നും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മളിവിടെ നടത്തുന്നത്.
അതുകൊണ്ട് എല്ലാവർക്കും സർവശക്ത അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ, ആമീൻ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നൂറെ മദീന മീലാദ് ഫെസ്റ്റ് 2020 ഉദ്ഘാടന സംഗമത്തിൽ അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്യുന്നു മഹല്ല് ജനറൽ സെക്രട്ടറി സിദ്ദീഖ് ടി അവറുകൾ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറെ മദീന മീലാദ് ഫെസ്റ്റ് 2020 സുബ്ലുസ്സലാം സുന്നി മദ്രസ എടിയർക്കുന്ന് സംഘടിപ്പിക്കുന്ന ഓൺലൈൻ നബിദിനാഘോഷ പരിപാടിയിലാണ് നാം നിലകൊള്ളുന്നത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനാഘോഷം നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്രാവശ്യം വേണ്ടത്ര രീതിയിൽ നടത്താൻ പറ്റിയിട്ടില്ല. ഈ കൊറോണ കാലഘട്ടത്തിൽ ഈ ദിവസത്തിന്റെ പവിത്രത ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഇപ്രാവശ്യം നമ്മുടെ പരിപാടി ഓൺലൈൻ വഴി നടത്തപ്പെടുകയാണ്. നമ്മുടെ പിഞ്ചോമനകളുടെ നബിദിനാഘോഷ പരിപാടികൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ലെങ്കിലും ഓൺലൈൻ വഴി ഇപ്രാവശ്യം നടത്തപ്പെടുകയാണ്. നമ്മുടെ ഈ നബിദിനാഘോഷം നല്ല ഹൈറായ രീതിയിൽ നടത്തുന്നതിനു വേണ്ടി നമ്മുടെ മഹല്ലിലെ ഖത്തീബ് ഉസ്താദ് പ്രത്യേകമായി മുൻകൈയെടുത്ത് നമ്മുടെ ഈ നബിദിന പരിപാടി വിജയമാക്കാൻ വേണ്ടി കഠിനാധ്വാനം നടത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു വീട്ടിലും ഉസ്താദിന് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ മക്കളുടെ പഠനത്തിന് വേണ്ടി നേരിട്ട് പഠനം നടത്താൻ കഴിയുന്നില്ലെങ്കിലും ഓൺലൈൻ വഴി നമ്മുടെ മക്കളുടെ പഠന നിലവാരം ഉയർത്താൻ ശ്രമിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ, അള്ളാഹു അവർക്കെല്ലാവർക്കും ഇഹത്തിലും പകരത്തിലും അവന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ നമുക്കറിയാം, നമ്മുടെ പള്ളിയെല്ലാം നല്ല ഉഷാറായി. ഇപ്രാവശ്യം നമുക്ക് നബിദിനാഘോഷം വേണ്ടത്ര രീതിയിൽ വിപുലമായി നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കൊറോണ അതുപോലെ ഉള്ള മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാലങ്ങളിലും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ നബിദിനാഘോഷവും അതുപോലെ നമ്മുടെ മക്കളുടെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ പള്ളിയുടെ പണിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്ന ഈ പള്ളിക്ക് വേണ്ടി പള്ളി ഉണ്ടാവാൻ തന്നെ മുൻകൈയെടുത്ത ബാക്കവി ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമുക്ക് ഈ പള്ളി തന്ന അറബി, അതുപോലെ നമ്മുടെ ഈ പള്ളിക്ക് മുൻപ് സ്ഥലം തന്ന ഹൈദർക്ക, അതുപോലെ നമ്മുടെ പള്ളിയിലേക്ക് അതിന്റെ മുഴുവൻ സ്ഥലവും തന്ന മുള്ളംകൊല്ലി വീവാത്തുമ്മ മരണപ്പെട്ടുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം ഹൈറിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. അവർക്ക് അല്ലാഹു സ്വർഗം നൽകട്ടെ. അതുപോലെ നമ്മോട് എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഒപ്പമുണ്ടായിരുന്ന നമ്മുടെ മുൻ പ്രസിഡന്റ് അലവി ഹാജിക്ക, അദ്ദേഹം മരണപ്പെട്ട് ഖബറിലാണ്. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈറിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. അതുപോലെ എന്റെ ഉപ്പ മുൻ പ്രസിഡന്റ് ആയിരുന്നു. എന്റെ ഉപ്പാക്കും അല്ലാഹു ഖബർ ജീവിതം ഹൈറിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ മുൻഗാമികൾ ഒരുപാട് ആളുകൾ ഇവിടെ നിന്നും വിട പറഞ്ഞു പോയി. അല്ലാഹു എല്ലാവരെയും ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകട്ടെ. അതുപോലെ നമ്മുടെ പിഞ്ചോമനകളുടെ പരിപാടികൾ നിങ്ങൾക്കെല്ലാവർക്കും ഓൺലൈൻ വഴി കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഈ പരിപാടി കാണുക. അതുപോലെ നമ്മുടെ മക്കളുടെ പഠനത്തിന് വേണ്ടി എല്ലാ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നാണ് നമ്മുടെ പഠനങ്ങൾ നടത്തുന്നത്. കുട്ടികളുടെ പഠനം നല്ല രീതിയിൽ നടത്തുവാൻ രക്ഷിതാക്കളായ നാം എല്ലാവരും ഓരോ ആളുകളും പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഈ പരിപാടിയിൽ
ആശംസ അർപ്പിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. ഈ മഹല്ല് കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ ഈ പരിപാടിയിലേക്ക് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറെ മദീന മീലാദ് ഫെസ്റ്റ് 2020 ഈ വേദിയെ ധന്യമാക്കി നമ്മെ അഭിസംബോധന ചെയ്യുന്നു നൌഷാദ് സുൽത്താനി അൽ അഫ്ളലി. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പ്രിയപ്പെട്ട എടയർകുന്ന് മഹല്ല് നിവാസികളെ, നൂറെ മദീന മീലാദ് ഫെസ്റ്റ് 2020 നബിദിന പരിപാടിയിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇങ്ങനെയെങ്കിലും നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വല്ലാത്ത തൗഫീഖാണ്. അൽഹംദുലില്ലാഹ്. എത്ര സ്തുതിച്ചാലും മതിയാകില്ല. ലോകം മുഴുവനും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ രൂപങ്ങളിലും അല്ലാതെയുമൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ അണിമുണി തൂക്കം ഈമാനുണ്ടെങ്കിൽ അത് ഹബീബിനെ പറയാതെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്മരിക്കാതെ ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ സാധിക്കില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ എവിടെയൊക്കെ സ്മരിക്കപ്പെടുന്നോ അവിടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്മരിക്കപ്പെടുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് വലിച്ചു നീട്ടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാലുള്ള ഒരു നേട്ടം മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിട നൽകാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ചതാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. വിശ്വാസികളെ, നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കർമ്മങ്ങളെ പറ്റിയിട്ടും ഇങ്ങനത്തെ ഒരു ഭാഷ ഉപയോഗിച്ചത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ എവിടെയും കാണാൻ സാധിക്കില്ല. സ്വലാത്ത് അല്ലാഹ് ചെയ്യുന്നുണ്ട്, മലക്കുകൾ ചെയ്യുന്നുണ്ട്, വിശ്വാസികളെ നിങ്ങളും ചെയ്യണം എന്ന്. അപ്പോൾ ആ സ്വലാത്തിന്റെ ശ്രേഷ്ഠത എത്രയുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയാണ്, അവന്റെ പാപങ്ങൾ മയക്കപ്പെടുകയാണ്. പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് 10 ഗുണങ്ങൾ നൽകുകയാണ്. ഒറ്റ സ്വലാത്ത്, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും അവന്റെ പദവികൾ ഉയർത്തപ്പെടുകയും അതുപോലെ തന്നെ അവനിക്ക് ഒരു സ്വലാത്ത് കാരണത്താൽ 10 ഗുണങ്ങൾ അവനിക്ക് നൽകുകയും ചെയ്യുകയാണ് എന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എവിടെ നിന്ന് സലാത്തുകളും സലാമുകളും അർപ്പിച്ചാലും അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തേക്ക്, അവിടുത്തെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക മലക്കുകളെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സലാത്തുകൾ വർദ്ധിപ്പിക്കണം. നമ്മുടെ സലാത്തുകൾ നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ നമ്മുടെ എന്ത് പ്രയാസമുണ്ടോ, നമുക്ക് വിവാഹം ശരിയാകാത്ത പ്രശ്നങ്ങളുണ്ടോ, വീട് ശരിയാകാത്ത പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഉള്ള സലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം സലാത്തുകൾ വർദ്ധിപ്പിക്കണം. സലാത്തുകൾ വർദ്ധിപ്പിച്ചാൽ ഞാനും അവനുമായി ഏറ്റവും അടുത്ത് ഖിയാമത്ത് നാളിൽ ഞാനും അവനുമായി ഏറ്റവും അടുത്തായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സലാത്തുകൾ ചൊല്ലൽ പ്രത്യേകമായ സുന്നത്തായ ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങൾ ഈ റബീഉൽ അവ്വലായല്ലോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നാം ശ്രമിക്കണം. അതിന്റെ ഭാഗമായി ഈ സ്വലാത്തുകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ആ ശ്രേഷ്ഠതകളൊന്നും പറയുന്നില്ലെങ്കിലും ഈ സ്വലാത്തുകൾ നമ്മൾ എപ്പോഴും ഈ സന്ദർഭങ്ങളിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അതുകൊണ്ട് ഈ രണ്ട് മൂന്ന് സ്വലാത്ത് സുന്നത്തായ സന്ദർഭങ്ങളിൽ മാത്രം ഞാൻ പറഞ്ഞ് എന്റെ വാക്കുകൾ നിർത്താം. ഒന്ന്, നമ്മൾ പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ തന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ സ്വലാത്ത് ചൊല്ലൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി പിന്നെ അതിനുശേഷം അല്ലാഹുമ്മ റബ്ബ ആദി അദ്ദഅവത താമ എന്ന ആ ദുആ ചെയ്താൽ ഹല്ലത ലഹു ശഫാഅത്തി, എന്റെ ശുപാർശ വല്ലാത്ത പ്രതിസന്ധി ഘട്ടമാണല്ലോ ആഖിറത്തിൽ നമുക്ക് അനുഭവിക്കാനുള്ളത്, ആ സമയത്ത് എന്റെ ശുപാർശ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുത്തതിന് ശേഷവും നമ്മൾ സ്വലാത്ത് ചൊല്ലുക രണ്ടാമത്തെ സന്ദർഭമാണ്. മൂന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എവിടെ കേട്ടാലും അവിടെ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണെന്ന് ഇവരെ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അൽ ബഖീലു, എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ ലുബദനാണ്, അവൻ പിശുക്കനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് എവിടെ നിന്ന് കേട്ടാലും സ്വലാത്ത് ചൊല്ലുക. 4, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അരി ആഹാരങ്ങൾ ഭക്ഷിക്കുമ്പോൾ പ്രത്യേകമായിട്ട് സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഒരു സദസ്സ് പിരിഞ്ഞു പോകുന്ന സമയത്ത് അവിടുത്തെ ദോഷങ്ങൾക്ക് പൊറുക്കാൻ കാരണമാണ് സ്വലാത്ത് ചൊല്ലല് എന്ന്. അതുകൊണ്ട് ആ സമയങ്ങളിലും നമ്മൾ സ്വലാത്ത് ചൊല്ലുക. ഇങ്ങനെ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തായ സ്ഥലങ്ങൾ തന്നെ ഒരുപാടുണ്ട്. അതൊക്കെ നീട്ടി പറയാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ദുനിയാവിലും ഉഖറവിയുമായ എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമാണ് സ്വലാത്ത് എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സ്വലാത്ത് ചെല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് തന്നെ നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക. ഇത് പ്രത്യേകം ഇത് പറയാനുള്ള കാരണം, സ്വലാത്ത് ചെല്ലുമ്പോൾ ആലിന്റെ മേൽ സ്വലാത്ത് ചെല്ലലും ആലിനെയും നബിയുടെ കുടുംബത്തെയും അതുപോലെ തന്നെ സ്വഹാബാക്കളെയും അതുപോലെ തന്നെ സലാമിനെയും ഉൾപ്പെടുത്തൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ സയ്യിദിനെ കൂട്ടൽ സുന്നത്താണ്. എന്നീ കാരണം കൊണ്ടാണ് ഈ രൂപത്തിൽ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് തന്നെ ചൊല്ലാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അധികം സ്പീഡിൽ ചെല്ലാതെ ഫാസ്റ്റിൽ ചെല്ലാതെ വല്ല പതുക്കെ സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കുക. അത് ഈ ഉളരിപ്പിക്കുക, ആവശ്യമില്ലാതെ ധൃതി കാണിക്കുക എന്നത് അത് ശൈത്താന്റെ പണിയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാവധാനത്തിൽ എത്രയാണോ നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നത് അത്രയെണ്ണം, കുറഞ്ഞത് ഒരു 100 വ്യാഴാഴ്ച രാവുകളിലും വെള്ളിയാഴ്ചകളിലൊക്കെ ഒരു 300 സ്വലാത്തും ചൊല്ലിയിട്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിത്യം കൊണ്ടുപോയാൽ അവസാനം മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ കാണിച്ച് നമ്മോട് ചോദിക്കും, ഇതാരാണ് എന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ സ്വലാത്ത് ചൊല്ലി അവിടത്തേക്ക് പരിചയമുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നമ്മുടെ നേതാവായ എന്റെ നബിയായ ഞാൻ സ്വലാത്ത് ചൊല്ലുന്ന എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറെ മദീന മീലാദ് ഫെസ്റ്റ് 2020 ഈ വേദിയിൽ നമ്മോട് സംസാരിക്കുന്നു ഷാഫി ലത്തീഫി കാട്ടിക്കുളം. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
പ്രിയമുള്ളവരെ, എടയൂർക്കുന്ന് സുബലുസലാം സുന്നി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നൂറെ മദീന 2020 പലവിധ പരിപാടികളോടുകൂടി ഓൺലൈനിലൂടെ സജീവമായി നടക്കുകയാണ്. പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. നൂറെ മദീന മീലാദ് ഫെസ്റ്റ് 2020 ഉദ്ഘാടന സംഗമവേദിയെ ധന്യമാക്കി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു മഹല്ല് കമ്മിറ്റി ഭാരവാഹി അംഗം മുഹമ്മദ് പി. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ആദരവ് നിറഞ്ഞ മഹല്ല് ഖത്തീബ് അസ്ലം സുൽത്താൻ ഉസ്താദ്, അതുപോലെ നൗഷാദ് സുൽത്താൻ ഉസ്താദ്, ഷാഫി ലത്തീഫി ഉസ്താദ്, മഹല്ല് പ്രസിഡന്റ് യുഎം അബൂബക്കർ ക, ജനറൽ സെക്രട്ടറി സിദ്ദീഖ, മറ്റ് കമ്മിറ്റി ഭാരവാഹികളെ, ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ മദ്രസ വിദ്യാർത്ഥികളെ, മഹല്ലിലെ രക്ഷിതാക്കളെ, നമുക്കറിയാം ഈ നബിദിനാഘോഷം സാധാ നമ്മൾ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റിയ സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. പല രോഗങ്ങളും പല പ്രയാസങ്ങളും ലോകം മൊത്തം അനുഭവിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1495 ജന്മദിനം സുബുലുസലാം സുന്നി മദ്രസ മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ ഈ വിധത്തിൽ കഴിക്കുന്നതിന് ആഹ്ലാദം പങ്കിടുകയല്ലാതെ ഈ സമയത്ത് നമുക്ക് നിവൃത്തിയില്ല. എല്ലാവരും ഒന്നിച്ച് മദ്ഹ് ഗാനങ്ങളും ദഫ് മേളങ്ങളോടുകൂടിയുള്ള ഘോഷയാത്രകളും മദ്രസ വിദ്യാർത്ഥികളുടെ ഇമ്പമാർന്ന പരിപാടികളും എല്ലാം നാം ആസ്വദിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. ഈ ഒരു വിധത്തിൽ നമുക്ക് കഴിക്കാൻ കഴിഞ്ഞത് തന്നെ നമുക്കറിയാം. നമ്മുടെ ഉസ്താദുമാർ വളരെയധികം ത്യാഗം സഹിച്ചിട്ടാണ് ഈ രൂപത്തിൽ നമുക്കൊരു നബിദിനാഘോഷം കഴിക്കാനായത്. അതിന് മഹല്ല് കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ നേർച്ചകളും കാര്യങ്ങളെല്ലാം ഇനി വരുന്ന വർഷങ്ങളെങ്കിലും വളരെ ഗംഭീരമായി കഴിക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾ, നമുക്കറിയാം ഓൺലൈൻ ഉസ്താദുമാർ വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ക്ലാസ് കൊടുക്കുകയും പല കുട്ടികളും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നെല്ലാം പറയുന്നുണ്ട്. സാഹചര്യം കൊണ്ടായിരിക്കാം. നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദീനീ ബോധം മദ്രസകളിൽ മാത്രം കിട്ടുന്ന ഒരമലാണ്. പിന്നീട് ദർസ് കാര്യങ്ങളെല്ലാം പോകാം, കഴിവുള്ളവർക്ക് പോകാം. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനൊന്നും നടക്കാതെ എല്ലാം ഓൺലൈനിലാണ്. നമുക്ക് നമ്മുടെ മഹലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ നേർച്ചകളും നമ്മുടെ പരിപാടികളും എപ്പോഴും മഹല്ല് നിവാസികളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി വളരെ ഗംഭീരമായി നടത്താൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. അതിന് മഹല്ല് കമ്മിറ്റിയുടെ 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ഉസ്താദുമാരായാലും നമുക്ക് ഇതര മതസ്ഥരായാലും എല്ലാവരുടെ സഹകരണം ഈ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അങ്ങോട്ടേക്ക് ഉണ്ടാകട്ടെ. ഇവിടെ നൂറെ മദീന മീലാദ് ഫെസ്റ്റ് 2020 ഇതിന് മഹല്ല് കമ്മിറ്റി എന്ന പേരിലും മഹല്ല് നിവാസി എന്ന പേരിലും എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂറെ മദീന മീലാദ് ഫെസ്റ്റ് 2020 ഉദ്ഘാടന സംഗമവേദിയെ ധന്യമാക്കി അടുത്തതായി ആശംസ അർപ്പിക്കുന്നു കമ്മിറ്റി ഭാരവാഹി അംഗം റഫീഖ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മഹലിലെ ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, മഹല്ല് നിവാസികളെ, അസ്സലാമു അലൈക്കും.
തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495 ജന്മദിനം കൊണ്ടാടുന്നത് നമ്മൾ വളരെ ലളിതമായ രീതിയിലാണ്. നമ്മുടെ ഈ അവസ്ഥ നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ്. ഇതുവരെ കേട്ടുകേൾവി പോലുമില്ലാത്ത രീതിയിൽ ഓൺലൈനിലും യൂട്യൂബിലുമാണ് ലോകമെമ്പാടും നബിദിനം ആഘോഷിക്കുന്നത്. മദീനയിൽ പോലും വളരെ ലളിതമായ രീതിയിലാണ് നബിദിനം കൊണ്ടാടുന്നത്. അതുപോലെ നമ്മുടെ മഹല്ലിലും ചെറിയ രീതിയിൽ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ നബിദിന പരിപാടിയിൽ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളുടെ ലളിതമായ രീതിയിൽ ചെറിയ രീതിയിൽ പരിപാടികൾ അവതരിപ്പിച്ച് നമ്മളും അതിൽ പങ്കുകൊള്ളുകയാണ്. ഈ മഹല്ലിലുള്ള എല്ലാവർക്കും, നമ്മുടെ ഇടയോർക്കുന്ന മഹല്ലിലെ നൂറെ മദീന മീലാദ് ട്രസ്റ്റിന്റെ സുന്നി സുബ്ഹുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെയും ഈ നബിദിനാഘോഷ പരിപാടികൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നൂറെ മദീന മീലാദ് ഫെസ്റ്റ് 2020 ഈ വേദിയിൽ മദ്ഹുർ റസൂൽ പ്രഭാഷണം നടക്കുന്നു. ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. അസ്ലം സുൽത്താനി അമ്പലവയൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. فقد النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم وكلهم من رسول لله ملتمسون غرفا من البحر أو رشفا من الديام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കൊച്ചു നാടായ എടയൂർക്കുന്ന് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പള്ളി, നമ്മുടെ മദ്രസ സുബ്ഹുൽ ഇസ്ലാം സുന്നി മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അതേപ്രകാരം തന്നെ നബിദിനവുമായി ബന്ധപ്പെട്ട് നേർച്ച പരിപാടികളും ഒക്കെ അൽഹംദുലില്ലാഹ് നമ്മൾ നടത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതികൂലമായ സാഹചര്യത്തിലും നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽ നമുക്ക് അല്ലാഹുവിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകമൊട്ടുക്കും കോവിഡ് മഹാമാരി വരിഞ്ഞു മുറുക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ ജഗന്നിയന്താവായ അള്ളാഹുവിനോട് മനമുരുകി തൗബ ചെയ്ത് നമ്മൾ ദുആ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട സമയങ്ങളാണ്. എത്രയോ പാവപ്പെട്ട ആളുകൾ ജോലിയില്ലാതെ, കച്ചവടത്തിൽ പുരോഗതിയില്ലാതെ, മറ്റു പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഒരു ഫറജും മഖ്റജും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹാമാരിയെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനെയും കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നൂറെ മദീന മീലാദ് ഫെസ്റ്റ് 2020 പ്രതികൂലമായ സാഹചര്യത്തിൽ സാധ്യമാകുന്ന മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മൾ പരിപാടികൾ നടത്തുകയാണ്. ഒരുപാട് ആശംസാ വചനങ്ങൾ നിങ്ങൾ കേട്ടു. ഇൻഷാ അല്ലാഹ് നാളെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പിഞ്ചുകുട്ടികളുടെ കലാപരിപാടികൾ, അവരുടെ പാട്ട്, പ്രസംഗം, ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ വാഴ്ത്തുന്നതും പുകഴ്ത്തുന്നതും ഒക്കെ കേട്ട് ആനന്ദ നിർവൃതി അടയാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ സൗകര്യമൊരുക്കിയിട്ടുണ്ട്.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ഈ വേളയിൽ ഞാനും നിങ്ങളും ചിന്തിക്കൽ അത്യാവശ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയാണ് അല്ലെങ്കിൽ ഉമ്മത്തിൽപ്പെട്ട ആളാണ് എന്ന് നാം ഒരൽപ്പം അഹങ്കാരത്തോടു കൂടെ തന്നെയാണ് പറയാറുള്ളത്. കാരണം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രമാത്രം ഉന്നതിയിലാണ്. ആ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്താകാൻ ഭാഗ്യം കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമില്ല. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ചീഞ്ഞു നാറിയ സംസ്കാരങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. പിറന്നു വീഴുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടുന്ന വളരെ വൃത്തികെട്ട സംസ്കാരം, കള്ളിനും മറ്റു ലഹരി വസ്തുക്കളുമൊക്കെ അടിമപ്പെട്ടുകൊണ്ട് വളരെ മോശമായ ചുറ്റുപാടിൽ ജീവിച്ചിരുന്ന അറേബ്യൻ കാട്ടാളവർഗം, അവരെയൊക്കെ സംസ്കാരത്തിന്റെ ഉന്നതമായ ശ്രേണിയിലേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈപിടിച്ചുയർത്തി. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ധാരാളം സ്നേഹിക്കേണ്ടതുണ്ട്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളും നാം സ്നേഹിക്കേണ്ടത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നമ്മുടെയൊക്കെ നേതാവായിട്ടാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദാത്തമായ ജീവിതത്തിൽ നിന്ന് നാം ധാരാളം പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അവിടുത്തെ പെരുമാറ്റ രീതികൾ, അവിടുത്തെ സ്വഭാവ മഹിമകൾ, അവിടുത്തെ കുടുംബ ജീവിതം, അവിടുത്തെ നേതൃ പദവിയിലുള്ള പ്രവർത്തനങ്ങൾ, വളരെയധികം പാഠം ഉൾക്കൊള്ളേണ്ടുന്ന ജീവിതമാണ് മുത്തു റസൂലുള്ളാഹി തങ്ങളുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുമാറ്റത്തെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഒരാളെയും വെറുപ്പിക്കാത്ത, ഒരാളെയും വേദനിപ്പിക്കാത്ത, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഏത് പാവപ്പെട്ടവനാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും എല്ലാവർക്കും സാന്ത്വനത്തിന്റെ വേദമോദി കൊടുത്ത മഹാനാണ് മുത്തു റസൂലുള്ളാഹി തങ്ങൾ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു പാവപ്പെട്ട കർഷകൻ വരികയാണ്. നമ്മളൊക്കെ നാടുകളിലൊക്കെ നമ്മുടെ വീട്ടിൽ വല്ല പഴങ്ങളും കായ്ക്കുകയാണെങ്കിൽ, ആദ്യമായി കായ്ക്കുകയാണെങ്കിൽ പള്ളിയിലേക്ക് കൊടുക്കുകയും അതല്ലെങ്കിൽ ഉസ്താദുമാർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പതിവ് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ആദ്യത്തെ ഗനി എന്റെ ഉസ്താദിനാവട്ടെ എന്ന് ചിന്തിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അതേ പ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പാവപ്പെട്ട അനുചരൻ, വളരെ സാധുവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് തന്റെ തോട്ടത്തിൽ വിളഞ്ഞ മുന്തിരിക്കൊലയുമായി റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. ഇതെന്റെ മുത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് എന്ന സന്തോഷത്തോടു കൂടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുന്തിരിയിൽ നിന്നൊരു മുന്തിരി എടുത്ത് തന്റെ വായിലേക്ക് വെച്ചു നോക്കി. വല്ലാത്ത പുളിപ്പും ചവർപ്പും, ആരും വായിൽ വെച്ചു പോയാൽ ഒന്ന് തുപ്പിപ്പോകും. അത്തരം ടേസ്റ്റ് മാത്രമുള്ള ഈ ഒരു മുന്തിരിയാണ് നബി തങ്ങൾക്ക് ലഭിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? ആ മുന്തിരിയിൽ നിന്ന് ഓരോന്നായി വീണ്ടും വീണ്ടും കഴിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ല. കാരണം നബി തങ്ങളെങ്ങാനും മുഖത്ത് ഭാവവ്യത്യാസം വരുത്തി ഒരു വിഷമം കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പാവപ്പെട്ട കർഷകൻ വളരെ പ്രതീക്ഷയോടുകൂടെ റസൂലുള്ളാഹി തങ്ങളെ സന്തോഷിപ്പിക്കാൻ കൊണ്ടുവന്ന ഈ പാരിതോഷികം നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നറിയുമ്പോ ഈ പാവപ്പെട്ട കൂട്ടുകാരൻ എത്രമാത്രം പ്രയാസപ്പെടും എന്ന് ചിന്തിച്ച നേതാവ് മഹാനായ റസൂലുള്ളാഹി തങ്ങള് അദ്ദേഹത്തെ വേദനിപ്പിക്കാതെ ആ മുന്തിരിക്കൊല മുഴുവനും തിന്നു തീർക്കുകയാണ്. ചുറ്റും സഹാബത്തെ ഇക്റാമുണ്ട്, അവരിങ്ങനെ നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് സാധനം കൊണ്ടുവന്നാലും അനുചരന്മാർക്ക് കൊടുക്കാതെ റസൂലുള്ളാഹി തങ്ങൾ സ്വന്തം കഴിക്കുന്ന പതിവില്ല. പക്ഷേ അവർക്ക് ആർക്കും കൊടുക്കാതെ റസൂലുള്ളാഹി തങ്ങൾ കഴിച്ചതിന്റെ രഹസ്യം, ഞാൻ ഇതിൽ നിന്നൊരു മുന്തിരി ആർക്കെങ്കിലും കൊടുത്താൽ അവരത് കഴിക്കുമ്പോൾ പുളിയാണ് എന്നും ചവർപ്പാണെന്നും പറഞ്ഞ് അവരിങ്ങനെ പറയുന്ന സമയത്ത് ഈ പാവപ്പെട്ട കർഷകൻ, അദ്ദേഹത്തിന്റെ പ്രതീക്ഷ കറ്റുപോകും, അദ്ദേഹത്തിന് വിഷമം സംഭവിക്കും, അദ്ദേഹത്തിന് ദുഃഖം സംഭവിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ആർക്കും കൊടുക്കാതെ വളരെ സന്തോഷത്തോടുകൂടെ അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. എത്ര നല്ല പെരുമാറ്റത്തിന്റെ മാതൃകയാണ് മുത്തു റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അനുചരന്മാരാണ്, അവിടുത്തെ ഉമ്മത്താണ് എന്ന് പറയുന്ന നാം നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ കരങ്ങൾ കൊണ്ടോ ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല.
തമാശയുടെയും മറ്റുമൊക്കെ പേരിൽ ഇന്ന് നമുക്ക് മറ്റൊരു മുസ്ലിമിനെ കളിയാക്കുന്നതിനൊന്നും യാതൊരു മടിയുമില്ല. കളിയാക്കുന്നത് പോയി ആക്രമിക്കുന്നതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ താഴ്ന്നവരുണ്ടാകാം, സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന താഴേക്കടയിലുള്ള ആളുകൾ ഉണ്ടാവാം. അതേ പ്രകാരം തന്നെ മാനസികമായും ശാരീരികമായും തളർന്നവരുണ്ടാകാം. അവരെയൊക്കെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദം കണ്ടെത്തുന്നവരാണ് നമ്മളിൽ പലരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൻ ഗയ്യറ അഹാഹു ബിദംബിൻ ലം യമുത് ഹത്താ യഅമലുഹു. ആരെങ്കിലും തന്റെ കൂട്ടുകാരനെ, തന്റെ സഹോദരനെ വല്ല ന്യൂനത കൊണ്ടും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ കുറവ് ചൂണ്ടിക്കാട്ടി പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ മരിക്കുന്നതിന് മുമ്പ് ആ പ്രവർത്തനം ചെയ്തിട്ടല്ലാതെ മരിക്കുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കാര്യം വളരെ ഗൗരവമുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കള്ളുപിടിയന്മാരുണ്ടാവാം, പെണ്ണുപിടിയന്മാരുണ്ടാവാം, മറ്റു തോന്നിവാസങ്ങൾ ചെയ്യുന്നവരുണ്ടാകാം. ഏതേത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് അവനെ ആക്ഷേപിക്കാനോ അതല്ലെങ്കിൽ തള്ളിപ്പറയാനുള്ള അവകാശമില്ല. കാരണം എന്താണ്? നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്തുകൊണ്ട് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ഖേദിച്ച് മടങ്ങിയാൽ തൗബ സ്വീകരിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. അപ്പൊ അത്തരം ആളുകളെ കാണുമ്പോൾ നമ്മൾ കൊച്ചാക്കാനും കുറവാക്കാനും ബഹിഷ്കരണം ഏർപ്പെടുത്താനും ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ചിലപ്പോൾ നമുക്ക് വലിയ പദവികൾ ഉണ്ടായേക്കാം, ഔന്നിത്യം ഉണ്ടായേക്കാം. പക്ഷേ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നതൊന്നുമില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഇഖ്ലാസുള്ള ഖൽബുമായി അള്ളാഹുവിലേക്ക് മടങ്ങിയവനാരോ അവനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുണ്ടാകുക. നമ്മുടെ അവസ്ഥ നമ്മൾ എടുത്തു നോക്കൂ. നമ്മൾ നോമ്പനുഷ്ഠിച്ചവരാണോ, നിസ്കരിച്ചവരാണോ ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് തലയാട്ടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ സ്വീകാര്യോഗ്യമായി എന്തൊക്കെ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും നമ്മുടെ സ്വന്തം നഫ്സിനോട് ചോദിക്കുക. എന്നിട്ട് പോരെ നമുക്ക് അന്യന്റെ കുറവുകളും കുറ്റങ്ങളും നോക്കാൻ? ഒരുപക്ഷെ ഈ കുറവ് നോക്കി നമ്മൾ നടന്നപ്പോ ഈ പാവപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വരുമ്പോ ഈ സ്ഥാനപതിയായിട്ടുണ്ടാകും. ഇവൻ ആക്ഷേപിച്ച് നടന്ന നമ്മളോ ചിലപ്പോൾ നരകക്കുണ്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ചണ്ടിയായി മാറിയേക്കും. അള്ളാഹുവെ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ആർക്കും എഴുതി തീർക്കാനോ പറഞ്ഞു തീർക്കാനോ കഴിയുന്ന ഒന്നല്ല. അത്രമാത്രം മഹത്തരമാണ് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തെ കിറാമും മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ഒരു സന്ദർഭത്തിൽ 1500ഓളം വരുന്ന സഹാബത്തെ കിറാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മക്കയിലേക്ക് വരികയാണ് ഉംറ നിർവഹിക്കാൻ വേണ്ടി. അപ്പോഴാണ് ഹുദൈബിയ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തപ്പെട്ടപ്പോൾ അവിടെ നിന്നൊരു വാർത്ത കേൾക്കുകയാണ്. മക്കയിലേക്ക് പോകാൻ ഇപ്പോൾ അനുമതിയില്ല, അങ്ങോട്ട് കടക്കാൻ പാടില്ല എന്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരന്മാരും കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചു, എന്നാൽ നമുക്ക് ഇവിടെ തങ്ങാം എന്ന് പറഞ്ഞ് ഹുദൈബിയ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നബി തങ്ങളും സഹാബത്തെ കിറാമും തങ്ങുകയാണ്. ആ സമയത്ത് സഹാബത്തെ കിറാമിന് കുടിക്കാൻ വെള്ളമില്ല, ഒന്നുകൊടുക്കാൻ വെള്ളമില്ല. വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ഒരു തോൽപാത്രം, ആ തോൽപാത്രത്തിൽ വെള്ളമുണ്ട്. അതിൽ നിന്ന് നബി തങ്ങൾ വുളൂ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സഹാബത്തെ കിറാം റസൂലുള്ളാഹി തങ്ങളെ ചുറ്റും കൂടി. റസൂലുള്ളാഹി തങ്ങളെ ചുറ്റും കൂടിയപ്പോ നബി തങ്ങൾ ചോദിച്ചു, മാലക്കും, എന്താണ് നിങ്ങൾ എന്റെ ചുറ്റും കൂടിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ലൈസ ഇൻദനാ മാഉൻ, ഞങ്ങളുടെ അടുക്കൽ വെള്ളമില്ല നബിയേ. ലൈസ ഇൻദനാ മാഉൻ നതവല്ലഉ വലാ നശ്രിബു ഇല്ലാ മാ ബൈന യദൈക. നബിയേ, അങ്ങയുടെ കരങ്ങളിലുള്ള ഈ വെള്ളമല്ലാത്തൊരു വെള്ളം ഞങ്ങളുടെ അടുക്കൽ ആരടുത്തും ഇല്ല, ഞങ്ങളുടെ അടുത്ത് ആരടുത്തും വെള്ളമില്ല എന്ന പരാതിയുമായി റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? അവിടുന്ന് ഒരു തോൽപാത്രം എടുത്തൊരൽപ്പം വെള്ളം അതിലേക്ക് ഒഴിച്ച് നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട വിരലുകൾ ആ വെള്ളത്തിലേക്ക് അങ്ങ് വെക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ വെച്ചപ്പോ എന്ത് സംഭവിച്ചു? യൂരിസു ബൈന അസാബിഹി കഅംസാലിൽ ഉയൂൻ. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വിരലിന്റെ ഇടയിലൂടെ നദിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ റസൂലുള്ളാഹി തങ്ങളുടെ വിരലിന്റെ ഇടയിലൂടെ വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങി. സ്വഹാബത്തെ കിറാം മുഴുവനും ആ വെള്ളം കുടിച്ചു. അവരാ വെള്ളം കൊണ്ട് വുളൂ ചെയ്തു. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ആരോ ചോദിച്ചു, നിങ്ങൾ അന്നേരം ഹുദൈബിയയിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളെങ്ങാനും 100,000-ഓളം ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും റസൂലുള്ളാഹി തങ്ങളുടെ വിരലിന്റെ ഇടയിലൂടെ വരുന്ന വെള്ളം ഞങ്ങൾക്കൊക്കെ മതിയാകുമായിരുന്നു. ഞങ്ങൾ 1500 പേരെ അന്നുണ്ടായിരുന്നുള്ളൂ എന്ന്. പ്രിയപ്പെട്ടവരെ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തരമായ
മുഅ്ജിസത്താണ്. ഇത് പരിശുദ്ധമായ ഖുതുബയിൽ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നവരാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് الذي سبح في يده الحصى ونبع من بين أصابعه الماء. വെള്ളിയാഴ്ച ഖുതുബകളിൽ കേൾക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് ചരൽക്കല്ല് തസ്ബീഹ് ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലിന്റെ ഇടയിലൂടെ വെള്ളം പൊട്ടിയൊഴുകി. മഹാനായ ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം. വഅഫ്ദലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ ഖലീലു മിസ്രിൻ സുമ്മ ബാഖിൽ അൻഹുറൂ. ഏറ്റവും മഹത്തരമുള്ള ഏറ്റവും ശ്രേഷ്ഠമുള്ള വെള്ളമേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരങ്ങളിലൂടെ ഒഴുകി വന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളമാണ് ഏറ്റവും മഹത്തരമായ വെള്ളം. പിന്നെയാണ് സംസം വെള്ളത്തിന് സ്ഥാനമുള്ളത്, പിന്നെയാണ് ഹൗദുൽ കൗസറിന് സ്ഥാനമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ധാരാളം മുഅ്ജിസത്തുകൾ നബി തങ്ങൾ കാണിച്ചിട്ടുണ്ട്. മരത്തിനോട് നടന്നു വരാൻ പറഞ്ഞപ്പോ മരം നടന്നു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരെക്കാളും ഉന്നതമായ ശ്രേണിയിലാണ്. നമ്മൾ നോക്കൂ, 1,24,000 അമ്പിയാക്കന്മാരെ അല്ലാഹു തആല അയച്ചിട്ടുണ്ട്. അതിൽ തന്നെ മുർസലുകൾ വേറെയുണ്ട്, അതിൽ തന്നെ ഉലുൽ അസ്മുകൾ വേറെയുണ്ട്. ഇവരെക്കാളും ഒക്കെ വലുതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രം അല്ലാഹു തആല കൊടുത്ത ഏറ്റവും വലിയൊരു കഴിവ് എന്ന് പറയുന്നത് അല്ലാഹനെ കാണാനാ. ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ അല്ലാഹുവിനെ കണ്ടിട്ടില്ല. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുല്ലാഹ് എന്ന സ്ഥാനപ്പേര് നൽകിയ വലിയ മഹാനാണ്. പക്ഷെ അല്ലാഹനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ അല്ലാഹനെ കാണാൻ കഴിഞ്ഞില്ല. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റൂഹുല്ലാഹി ഈസ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് ഈസാ നബി അലൈഹി സ്വലാം. അങ്ങനെ അല്ലാഹുവിനെ കാണാൻ ഭാഗ്യം ലഭിച്ച ദുനിയാവിൽ ഏക വ്യക്തിയുണ്ട് എങ്കിൽ അല്ലാഹു തിരഞ്ഞെടുത്തത് നമ്മുടെ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതാണ് നമ്മുടെ ബുർദയിൽ പാടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൃഷ്ടിപ്പും എല്ലാവരെക്കാളും മുകളിലാണ്, എല്ലാവരെക്കാളും ഉന്നതിയിലാണ്. വലം യൂദാനുഹു ഫീ ഇൽമിൻ വലാ കറമി വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസൂൻ വറഫം മിനൽ ബഹരി ഔ റശഫം മിനദിയമി. റസൂലുള്ളാഹി തങ്ങളെ പോലെ ഇൽമുള്ള ഒരാൾ, റസൂലുള്ളാഹി തങ്ങളെ പോലെ ഉന്നതിയിലുള്ള ഒരാൾ ആരുമില്ല. 1,24,000 പ്രവാചകന്മാര് വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ പോലെയാണെന്ന് അവകാശപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. അത്രമാത്രം ഉന്നതിയിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. മഹാനായ മുത്തു റസൂലുള്ളാഹി തങ്ങള് നമ്മുടെ ഹൃദയത്തിൽ നാം ധാരാളം സ്നേഹിക്കുന്ന മുത്തുനബി തങ്ങള്, ഈ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്ന ഒരു വല്ലാത്ത സംഭവമുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, എല്ലാവരും ബേജാറിലാണ്, എല്ലാവരും വിഷമത്തിലാണ്. സ്വഹാബത്തെ കിറാമിനെ പരസ്പരം സംസാരിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, എന്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പോലും പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുന്നു എന്നല്ലാതെ സഹാബത്തെ കിറാം മുഴുവനും പരിഭ്രാന്തരായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടേക്ക് കടന്നു വരികയാ. ആയിഷുമ്മാന്റെ വീട്ടിലാണ് മുത്തുനബി കിടക്കുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അവിടത്തേക്ക് പോയി
വല്ലാത്ത രംഗം അബൂബക്കർ തങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം ഇവിടെ വിളിച്ചു പറയാതെ നിർവാഹമില്ല. ഉമർ വല്ലാത്ത ദേഷ്യത്തിലാണ്, വല്ലാത്ത പരിഭ്രാന്തിയിലാണ്. എന്തൊക്കെയോ ഭ്രാന്തനെ പോലെ വിളിച്ചു പറയുന്നു. ഇവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി മഹാനായ അബൂബക്കർ തങ്ങൾ പുറത്തേക്കിറങ്ങി അവിടെ നിന്നൊരു വല്ലാത്ത പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. സ്വഹാബത്തെ കിറാം മുഴുവനും അബൂബക്കർ തങ്ങളുടെ അടുക്കിലേക്ക് വന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ വഫാത്തായി എന്നുള്ള വാസ്തവം പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് സ്ഥിരപ്പെടുത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പൊട്ടി കരയാൻ തുടങ്ങി. ഞാനത്ര വാളെടുത്ത് ഒച്ച വെച്ചിട്ട് എന്താണ് കാര്യം? അള്ളാന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകണമെന്ന് അത് അള്ളാന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ തടയിടാൻ ഒരാൾക്കും കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തെ കിറാം മുഴുവനും പൊട്ടിക്കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഓർക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന ഈ സന്ദർഭത്തിൽ പോലും നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ മരണപ്പെടുന്ന സമയത്ത് ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ നമ്മളത് ശിരസാവഹിക്കും. കാരണം അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷമാണ്. അത് നമ്മൾ നിറവേറ്റി കൊടുക്കാൻ നമ്മൾ എപ്പോഴും സന്നദ്ധരായിരിക്കും. എന്നാൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ നേരത്ത് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഉമ്മത്തി ഉമ്മത്തി അസ്വലാ അസ്വലാ ഉമ്മത്തി അസ്വലാ. തന്റെ സമുദായത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്ന നേരത്ത് വിളിച്ചു പറയുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. നമസ്കാരം നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ, നമസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണം കേട്ടോ. ഞാൻ അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് സമ്മാനമായി കൊണ്ടുവന്ന ആ നിധിയാണ്, അതിനെ നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. 5 വക്ത് നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാകണേ എന്റെ ഉമ്മത്ത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് പോലും പറഞ്ഞിട്ടുള്ളത്. ലോക്ക്ഡൌണായി പല പ്രതിസന്ധികളിലൂടെയും നമ്മൾ കടന്നുപോയി. പള്ളിയിലേക്ക് ആളുകൾ വരുന്നതിന് വിരോധമില്ല എന്ന് പറയപ്പെട്ടു. നമ്മുടെ ഗവൺമെന്റ് തന്നെ നമുക്കതിന് അനുവാദം തന്നിട്ട് നമ്മളിൽ പല ആളുകൾക്കും ഇപ്പോഴും പള്ളിയിലേക്ക് വരാൻ വിമുഖതയാണ്. നമ്മളിൽ പല ആളുകളും പള്ളിയിലേക്ക് വരുന്നില്ല. അതേ പ്രകാരം തന്നെ വീട്ടിൽ നിന്ന് പോലും നമസ്കരിക്കാത്ത എത്രയോ ആളുകളുണ്ട്. സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ ഇല്ലാണ്ടാവട്ടെ, നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. എത്ര വലിയ പണിയാണെങ്കിലും നമസ്കാരം ഒഴിവാക്കുന്നവൻ ഏറ്റവും വലിയ തമ്മാടിയാണ്. നിസ്കാരം ഒഴിവാക്കുന്നവന് ഒന്നിനും പറ്റൂല. ഈ നിസ്കാരം ഒഴിവാക്കുന്ന നമുക്ക് അന്യന്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നതിൽ യാതൊരു മടിയുമില്ല. നമ്മൾ എത്ര വലിയ ആളാണ്, എത്ര വലിയ രാജാവാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നിസ്കാരം ഖളാ ഉണ്ടോ, നിസ്കാരം ഒഴിവാക്കുന്നവനാണോ, ഇത് പന്നിയുടെ വില പോലുമില്ല എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലും നമസ്കാരം ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തില് ഒരു സ്ത്രീ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയുമോ? യാ മൂസ അന സനൈതു വഖദ് ഹമൽതു മിനസ് സിനാ. മൂസാ നബി, ഞാൻ വ്യഭിചരിച്ചു പോയി മൂസാ നബി. എങ്ങനെ ഞാൻ ആ വ്യഭിചാരത്തിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയുമോ? ആ കുട്ടിയെ ഞാൻ കൊലപ്പെടുത്തി കളഞ്ഞു മൂസാ നബിയെ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്നിധിയിൽ വന്നൊരു പെണ്ണ് പറയാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചുള്ള പ്രതികരണം: പെണ്ണെ, നീ ചെയ്ത നീചമായ പ്രവർത്തനം എത്രമാത്രം വലിയ കാര്യമാണ്, എത്രമാത്രം അപകടം പിടിച്ച കാര്യമാണ് പെണ്ണെ നീ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അട്ടിവിടുകയാണ്. ഇഖ്റിജി മിൻ ഹുനാ ഖബല അൻ യൻസില അല്ലാഹു അലൈനാ നാറൻ മിനസ് സമാഇ ബിസബബി മാ ഫഅൽതി. പെണ്ണെ, നീ ചെയ്ത ഈ നീചവൃത്തിയുടെ കാരണമായി വ്യഭിചാരത്തിൽ പിറന്ന കുഞ്ഞിനെയും കൊലപ്പെടുത്തി നീ എന്റെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. നീ ചെയ്ത ഈ ദുർപ്രവൃത്തിയുടെ കാരണമായി അല്ലാഹുവെങ്ങാനും ആകാശത്തു നിന്ന് തീമഴ പെയ്യിപ്പിച്ചാൽ അത്രമാത്രം വലിയ തെറ്റാണ് നീ ചെയ്തിട്ടുള്ളത്. ഈ തെറ്റിന്റെ കാരണമായി അല്ലാഹുവെങ്ങാനും തീമഴ പെയ്യിപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നീ ഇവിടുന്ന് കടന്നു പോ പെണ്ണേ എന്ന് പറഞ്ഞ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പെണ്ണിനെ അട്ടിവിടുകയാണ്.
ആ പെണ്ണ് തൗബയുടെ മനസ്സുമായിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് വന്നത്. ആ പെണ്ണ് വളരെ വിഷമത്തോടുകൂടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കിൽ നിന്ന് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ അടുക്കിലേക്ക് മലക്കിനെ പറഞ്ഞേക്കുകയാണ്. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ മലക്ക് ചോദിക്കുന്നു, മാദാ ഫഅൽത ബിൽ മർഅത്തി തൈബ, മാദാ ഫഅൽത ബിൽ മർഅത്തി തൈബ. ഓ മൂസാ നബിയെ, തൗബയുടെ മനസ്സുമായി അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണമെന്ന ഉദ്ദേശത്തോടുകൂടെ തങ്ങളുടെ അടുക്കിലേക്ക് വന്ന ആ പെണ്ണിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചെയ്തത്? അമാ വജത്ത അഫ്ജറു മിൻഹാ. നാം ചിന്തിക്കണം, അമാ വജത്ത അഫ്ജറു മിൻഹാ. അവളെക്കാളും മോശമായ, അവളെക്കാളും വൃത്തികെട്ട, അവളെക്കാളും തമ്മാടിയായ വ്യക്തിയെ നീ കണ്ടിട്ടില്ലേ? ഈ വ്യഭിചരിച്ചു, വ്യഭിചാരത്തിൽ കുഞ്ഞു പിറന്നു, ആ കുഞ്ഞിനെയും കൊലപ്പെടുത്തി, കൊലപാതകം, വ്യഭിചാരം തുടങ്ങി നീചമായ പ്രവൃത്തി ചെയ്തവളെക്കാളും ഏറ്റവും വൃത്തികെട്ടവനെ നിനക്കറിയുമോ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മലക്കിനോട് ചോദിച്ചു, വമൻ അഫ്ജറു മിൻഹാ. ഈ പെണ്ണിനെക്കാളും നീചവൃത്തി ചെയ്തവൻ ആരാണ്? ആ മലക്ക് പറയുന്നു, താരിഖു സ്വലാത്തി അമിദം മുതഅമ്മിദാ, താരിഖു സ്വലാത്തി അമിദം മുതഅമ്മിദാ. പ്രായപൂർത്തിയായിട്ട് നമസ്കരിക്കണമെന്ന ബോധമുണ്ടായിട്ട് നമസ്കരിക്കാൻ സാങ്കേതികമായി ഒരു തടസ്സവുമില്ലാതെ വന്നിട്ട് നമസ്കാരം ഒഴിവാക്കിയവനാരോ അവനാണ് ഈ പെണ്ണിനെക്കാളും തമ്മാടിയെന്ന് ആ മലക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും സ്ഥാനം എവിടെയാണ്? എത്ര നമസ്കാരം നമ്മൾ ഖളാക്കിയവരാണ്, എത്ര നമസ്കാരത്തിൽ നമ്മൾ അശ്രദ്ധവാന്മാരായതാണ്, എത്ര നമസ്കാരം നമുക്ക് പ്രായപൂർത്തിയായിട്ട് ഇന്നേ വരെ നമ്മൾ ചെയ്ത് നിർവഹിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നല്ലവണ്ണം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. പണിയുടെയും തൊഴിലിന്റെയും പേര് പറഞ്ഞ് നമസ്കാരം ഒഴിവാക്കുന്ന മുസ്ലിമേ, നമുക്കൊരു വ്യഭിചാരി പെണ്ണിന്റെ പോലും അർഹത പടച്ചറബിന്റെ അടുക്കലില്ല. ഒരു കൊലപാതകയുടെ അർഹത പോലും പടച്ചറബിന്റെ അടുക്കലില്ല. സഹോദരിമാരെ, സീരിയലുകളുടെയും സിനിമകളുടെയും മുമ്പിലിരുന്ന് ഷോപ്പിങ്ങിന്റെയും മറ്റും പേരും പറഞ്ഞ്, കല്യാണത്തിന്റെയും ഒരേ കൂടലിന്റെയും പേര് പറഞ്ഞ് എത്ര നമസ്കാരങ്ങൾ നമ്മൾ ഖളാക്കിയവരാണ്. നമുക്ക് വ്യഭിചാരി പെണ്ണിന്റെ വില പോലും പടച്ചറബിന്റെ അടുക്കൽ നാളെ ചൊല്ലുമ്പോഴുണ്ടാവില്ല എന്ന് പറയുമ്പോ കാര്യം എത്ര ഗൗരവമാണ്. ഈ ആഖിറു സമാനിലെ ചില ഉമ്മത്തുകളുണ്ട്, അവർക്ക് തെറ്റ് ചെയ്യുന്നതിൽ യാതൊരു ഭയവുമില്ല. അവർക്ക് എത്ര തമ്മാടിത്തം ചെയ്താലും പടച്ചറബിനെ കുറിച്ചൊരു ബോധം അവരുടെ കൽബിൽ വരുന്നില്ല. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം, ഇന്നൽ മുഅ്മിന ഒരു മുഅ്മിനായ മനുഷ്യൻ അവനൊരു ദോഷം, ചെറിയ ദോഷം ചെയ്തു പോകുന്നതിനെ ഏത് രൂപത്തിലാണ് അവൻ കാണുന്നതെന്നറിയുമോ? ഇന്നൽ മുഅ്മിന യറാദു ദുനൂബഹു, ദോഷം ചെയ്തു പോകുന്നവൻ പരിഗണിക്കുന്നത് കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി, ഒരു പർവതത്തിന്റെ താഴ്വാരത്തിലാണ് അവൻ ഇരിക്കുന്നത്. ആ പർവതം അവന്റെ തലയിലേക്ക് മറിഞ്ഞു വീഴാനിരിക്കുന്നു. ആ സമയത്ത് അവന്റെ മനസ്സിലുണ്ടാകുന്ന ഫീലിംഗ് എന്താണ്? ആ സമയത്തിൽ അവന്റെ മനോഭാവം എന്താണ്? അതുപോലെയായിരിക്കും യഥാർത്ഥ വിശ്വാസി ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ, ഒരു തെറ്റിലേക്ക് കടക്കുമ്പോൾ അവനിക്കുണ്ടാകുന്ന മനോഭാവം. നമ്മൾ എത്ര ലാഘവത്വത്തിലാണ് തെറ്റുകൾ ചെയ്യുന്നത്. എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ലോട്ടറി ഹറാമാണെന്ന് നമുക്കറിയാം, പലിശ ഹറാമാണെന്ന് നമുക്കറിയാം, നമസ്കാരം ഉപേക്ഷിക്കൽ ഹറാമാണെന്ന് നമുക്കറിയാം, മറ്റു മുഅ്മിനീൻ ഗീബത്ത് പറയൽ ഹറാമാണെന്ന് നമുക്കറിയാം, മറ്റുള്ളവനെ വേദനിപ്പിക്കൽ ഹറാമാണെന്ന് നമുക്കറിയാം. ഹറാമായ പലതും കാണുമ്പോഴും അതൊക്കെ തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അങ്ങനെ എല്ലാ ഹറാമുകളും, സിനിമകളും സീരിയലുകളും ഹറാമാണെന്ന് നമുക്കറിയാം. നമ്മുടെ മൊബൈലുകളിലേക്ക് വരുന്ന തോന്നിവാസങ്ങൾ തെറ്റാണ് എന്ന് നമുക്കറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വളരെ ലാഘവത്വത്തോടുകൂടെ തെറ്റിലേക്ക് കൂപ്പുകുത്തുന്ന സമുദായമായി നമ്മളെല്ലാവരും മതപ്പതിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, വഅന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അൻഫിഹി. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, ഫാജിരീങ്ങളായ തമ്മാടികളായ ആളുകളുണ്ടല്ലോ, അവർ ചെറിയ ദോഷങ്ങൾ ചെയ്യുമ്പോൾ അവർ കാണുന്നത് ഏത് രൂപത്തിലാണ്? ദോഷങ്ങൾ അവർ പരിഗണിക്കുന്നത്
പ്രവർത്തിക്കുന്നത് തന്റെ മൂക്കിന്റെ തുമ്പത്തിരിക്കുന്ന ഈച്ചയെ പോലെയാണ്. അവർ ദോഷം ചെയ്യുന്നത് ആ മൂക്കിലിരിക്കുന്ന ഈച്ച എത്ര ലാഘവത്വത്തോട് കൂടെ നമ്മൾ തട്ടിമാറ്റുന്നുവോ അതുപോലെ ദോഷം ചെയ്യുന്നതിന്, തെറ്റുകൾ ചെയ്യുന്നതിന്, ഹറാമ് ചെയ്യുന്നതിന് ലാഘവത്വത്തോട് കൂടെ കണ്ടിട്ട് ജീവിതം മുഴുവനും ഹറാമിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന സമുദായമായി നമ്മളാരും മതപ്പതിച്ചു പോകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഗൗരവത്വത്തോടുകൂടെ ചിന്തിക്കണം. ഇതൊരു ഓൺലൈൻ പ്രഭാഷണമാണ് എങ്കിലും, ഇതൊരു ഓൺലൈൻ ആണ് എങ്കിലും ഒക്കെ സാഹചര്യങ്ങൾ അതങ്ങനെ നമ്മളെ കൊണ്ടെത്തിച്ചതാണ്. നമ്മൾ പള്ളിയിലേക്ക് വരുന്നില്ല, ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും നമ്മൾ കേൾക്കുന്നില്ല, നമ്മൾ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പറയാതെ നിർവാഹമില്ലാത്തത് കൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. എന്റെ വാക്ക് കേൾക്കുന്ന സഹോദരിമാർ, സഹോദരന്മാർ എല്ലാവരും ഒന്ന് മാറി ചിന്തിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ അടുക്കലുള്ള ഈ ഖബർസ്ഥാനിയിലേക്ക് നാളെ എന്നെയും നിങ്ങളെയും വെക്കപ്പെടാനുള്ളതാണ് എന്നൊരു ബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. ഖിയാമത്ത് നാള് എന്നല്ലെങ്കിൽ നാളെ ഇങ്ങോട്ട് വരികയാണ്. നാം ഈ ലോകത്തു നിന്ന് നാളെയോ മറ്റന്നാളോ വിട പറഞ്ഞു പോകുന്നവരാണ്. ഈ പ്രഭാഷണം ഞാനിന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് കേൾക്കുന്ന സമയത്ത് ഈ പാവപ്പെട്ട ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. അള്ളാഹു എനിക്ക് ഗ്യാരണ്ടി തന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട എനിക്കെന്ത് ഗ്യാരണ്ടിയാണുള്ളത്? പാവപ്പെട്ട നമുക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല. എത്രയോ സഹോദരന്മാർ നിക്കാഹ് കഴിഞ്ഞ അന്നത്തെ രാത്രിയിൽ പോലും ഹൃദയം പൊട്ടി അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. യാത്ര ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോയി, ഗൾഫിലെത്തി ഉടനെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകുന്നവരുണ്ട്. ഗൾഫിൽ നിന്ന് പ്രതീക്ഷയോടുകൂടെ നാട്ടിലേക്ക് വന്നു, തന്റെ കുടുംബത്തെ കാണുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോകുന്നവരുണ്ട്. ചെറിയൊരു മുറിവ് വന്നതാണ്, ആ മുറി പഴുത്തു വലിയ വ്രണമായി ക്യാൻസറായി മരണപ്പെട്ടു പോകുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്ത്. കഴിഞ്ഞ റബീഉൽ അവ്വൽ നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്നില്ലല്ലോ. നമ്മുടെ അലവിക്ക് നമ്മുടെ കാരണവരാണ്. അല്ലാഹു തആല അവരുടെ ഖബർ വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ ജുമഅയും കഴിയുമ്പോ പ്രിയപ്പെട്ട പാവപ്പെട്ട ആ അലവിക്ക എന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയും, ദുആ ചെയ്യണം ഉസ്താദേ എന്നെപ്പോഴും കേണ് പറയുന്ന ആ മഹൽ വ്യക്തിത്വം ഇന്ന് നമ്മുടെ കൂടെയില്ല. അല്ലാഹു തആല ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമ്മുടെ പള്ളിയുടെ അയൽവാസിയായ സയ്യിദ് ഉസ്താദ് നമ്മുടെ കൂടെയില്ല. അല്ലാഹു തആല അവരുടെ ഖബർ വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഈ മഹല്ലത്തിൽ സഹോദരിമാർ, സഹോദരന്മാർ പലരും മരണപ്പെട്ടു പോയി. നമ്മളും അടുത്ത റബീഉൽ അവ്വലാകുമ്പോൾ ഉണ്ടാകുമോ എന്ന് നമുക്കാർക്കും ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നമ്മൾ സംശുദ്ധമാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആയത്താണ് ഞാൻ ഓതി തുടങ്ങിയത്. ഫൈദാ ജാഅതി സ്വാഖ, ഖിയാമത്ത് നാളങ്ങ് വരുമ്പോ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, നമ്മുടെ കൂടെ തോന്നിവാസങ്ങൾക്കും ബിസിനസ്സുകൾക്കും പല ജാതി പ്രവർത്തനങ്ങൾക്കും കൂട്ടുകാരും ധാരാളം ആളുകളും നമ്മുടെ കൂടെ ഉണ്ടാകാം. പക്ഷേ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, സ്വന്തം സഹോദരന്റെ അടുക്കലിൽ നിന്ന് ആ ആളുകൾ ഓടിപ്പോകുന്ന ഒരു അവസ്ഥ വരാനുണ്ട്. നമ്മൾക്ക് നമ്മുടെ സഹോദരനെ നോക്കാൻ നേരമില്ല. വഉമ്മിഹി വഅബീ, സ്വന്തം ഉപ്പയെ നമ്മൾ ഇന്ന് കെയർ ചെയ്യുന്നുണ്ടാവാം, നോക്കുന്നുണ്ടാവാം. പക്ഷേ ആ ദിവസത്തിൽ ഉപ്പയെ നോക്കാൻ നമുക്ക് നേരം കിട്ടൂല, ഉമ്മയെ നോക്കാൻ നേരം കിട്ടൂല. വസ്വാഹിബതിഹി വബനീ, ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം ഒന്നും മൈൻഡ് ചെയ്യൂല. സ്വന്തം മക്കളാറ്റ് നോറ്റ് വളർത്തിയ നമ്മുടെ മക്കള്, ആ മക്കളെ തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയം കിട്ടൂല. ലികുല്ലിംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നീ, ആ ദിവസത്തിൽ എല്ലാവർക്കും അവനവന്റെ കാര്യം മാത്രമേ നോക്കാൻ കഴിയുകയുള്ളൂ. നഫ്സി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നൊരു ദിവസം വരാനുണ്ട്. അതാണ് ആഖിറുസ്സമാൻ എന്ന് പറയുന്ന നമ്മുടെ അവസാന ദിവസം എന്ന് പറയുന്ന ഖിയാമത്ത് നാൾ. ആ ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ആ സമയത്ത് നമുക്ക് ചുറ്റുപാടുമുള്ളവരെ വീക്ഷിക്കാൻ നമുക്ക് നോക്കാൻ കഴിയില്ല. ആ മഹ്ശറാവൻ സഭയിൽ ഓരോരുത്തരും നഗ്നരായി നഗ്നപാതരായും ഒക്കെ ആ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോ ഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ആ നേരം മറ്റുള്ളവരുടെ ഔറത്തിലേക്ക് നമ്മൾ നോക്കിപ്പോകൂലേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അന്നേരം ഔറത്ത് കാണുന്ന തിരക്കാവൂല. സൂര്യൻ ഒരു ജാൻമുകളിൽ കത്തിജ്വലിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ സ്വർഗത്തിലേക്കെങ്കിൽ സ്വർഗത്തിലേക്ക്, നരകത്തിലെങ്കിൽ നരകത്തിൽ, ഇവിടെ നിന്നൊന്ന് കഴിച്ചിലാവണമെന്ന ചിന്തയോടുകൂടെ ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുന്നൊരു ദിനം വരാനുണ്ട്. ആ വിശ്വാസമുള്ളവരാണല്ലോ മുഅ്മിൻ. നമ്മൾ മരിക്കുമെന്ന ബോധത്തോടു കൂടെ ജീവിക്കുന്നവരാണല്ലോ മുഅ്മിൻ. ഖബറുണ്ട്, ഖബറിൽ സുആലുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട്,
നരകമുണ്ട് സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ മുസ്ലിമീങ്ങളായ നാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, വുജൂഹി യൗമഇദിൻ മുസ്ഫിറ. ഈ പറയപ്പെട്ട നാളിൽ ചില ആളുകളുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കും, ചില ആളുകളുടെ മുഖം ഇങ്ങനെ ലംഘിത്തിളങ്ങും. അവർ വല്ലാതെ ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. അവർക്ക് അർശിന്റെ തണലുണ്ട്, അവർക്ക് അല്ലാഹു തആല നല്ല പദവികൾ നൽകിയിട്ടുണ്ട്. ഞാനും നിങ്ങളും ആ വിഭാഗത്തിൽ പെടാൻ വേണ്ടി അധ്വാനിക്കേണ്ടതുണ്ട്. വുജൂഹി യൗമഇദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖത്റാ. അന്നേരം ചില മുഖങ്ങളുണ്ട്, കറുത്തിരുണ്ടു പോകുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അവര് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നവരാണ്, അവർ വല്ലാതെ വെപ്രാളം കാണിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെങ്ങാനും ആ കൂട്ടത്തിൽ പെട്ടുപോയിട്ടുണ്ടോ? നമസ്കരിക്കാത്ത നമ്മൾ ഏത് കൂട്ടത്തിലാ പെടുക? നമസ്കാരം കളാക്കുന്ന നമ്മൾ ഏത് കൂട്ടത്തിലാ പെടുക? ഹറാമുകൾ ലാഘവത്വത്തോടുകൂടെ ചെയ്യുന്ന നമ്മൾ ഏത് കൂട്ടത്തിലാ പെടുക? പലിശ എടുക്കുകയും പലിശ ഭക്ഷിക്കുകയും പലിശയുമായി ബന്ധപ്പെടുകയും ചെയ്ത നാം ഏത് വിഭാഗത്തിലാണ് പെടുക? ഈ താഴ്ന്ന ദുനിയാവിൽ കുറഞ്ഞ കാലത്ത് ജീവിതാസ്വാദനത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന തെറ്റുകൾ എത്രമാത്രം വലുതാണ്, എത്ര ലാഘവത്വത്തോടു കൂടെയാണ് നാം തെറ്റുകൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉലൈകഹുമുൽ കഫറത്തുൽ ഫജറാം. ആ വിഭാഗം മുഖം കറുത്തിരുണ്ടു പോകുന്ന വിഭാഗം കാഫിരീങ്ങളും അതുപോലെ തന്നെ നിസ്കാരം ഒഴിവാക്കുന്ന, ഹറാമുകൾ ചെയ്യുന്ന, കള്ളു കുടിക്കുന്ന, വ്യഭിചരിക്കുന്ന, സിനിമ കാണുന്ന, സീരിയൽ കാണുന്ന, തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുന്ന, ഹറാമും ഹലാലും ഒന്നും വകതിരിച്ച് മനസ്സിലാക്കാതെ താൻ തോന്നിയായി ജീവിക്കുന്നവനാരോ അവനിക്കാണ് ഈ മുഖം കറുക്കുന്ന അവസ്ഥ വരാനുള്ളത്. ഈ മഹ്ശറയിൽ നിന്ന് നമ്മളെ തെളിച്ചു കൊണ്ടുപോകുന്ന നരകമെന്ന് പറയുന്ന ആ വലിയ തീക്കുണ്ടാരം, ആ കുണ്ടാരത്തിലേക്ക് പാവപ്പെട്ട നമ്മളെ വലിച്ചെറിയപ്പെട്ടാൽ അവിടെ ഫറോവയുണ്ടാകും, ഋതുബത്തുണ്ടാകും, ഷൈബത്തുണ്ടാകും, അബൂജഹലുണ്ടാകും. ലോകത്തെ തോന്നിവാസികളും തമ്മാടികളും ആരൊക്കെയാണോ അവരൊക്കെ ആ നരകക്കുണ്ടിലുണ്ടാകും. അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചിഞ്ചലം പാവപ്പെട്ട നമ്മളെ കുടിക്കാൻ വേണ്ടി തരും. നമ്മുടെ വയറും വീർത്ത് വിന്ത് ഉരുകി പൊട്ടിത്തെറിക്കും, നമ്മുടെ ശരീരത്തിൽ നിന്നും ചിഞ്ചലമൊഴുകും. ആ നരകമാണോ നമുക്ക് വേണ്ടത്? അതല്ല, നാം എല്ലാവരും പരിശുദ്ധ ഖുർആനിൽ പാരായണം ചെയ്ത സ്വർഗത്തിന്റെ ഒരുപാട് വർണ്ണനകൾ നമ്മൾ കേട്ടവരാണ്. ആ സുഖലോലുപതയുടെ പറുദീസയായ സ്വർഗമാണോ നമുക്ക് വേണ്ടത്? ഞാനും നിങ്ങളും മാറി ചിന്തിച്ചിട്ടില്ല എങ്കിൽ നാളെ നമ്മളെ വലിച്ചെറിയപ്പെടുന്നത് ഈ നരകക്കുണ്ടിലേക്കായിരിക്കുമെന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടെ ഞാനും നിങ്ങളും ജീവിക്കുക. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ നരകത്തെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ, സ്വർഗത്തിന്റെ അഹ്ലുകാരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇടയോർക്കുന്നെന്ന് പറയുന്ന കൊച്ചു മഹല്ലിൽ സാധ്യമാകുന്ന രൂപത്തിൽ ഞങ്ങളെ നബിദിന പരിപാടികളൊക്കെ നടത്തി നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹു. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളെ നേർച്ചക്ക് സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അല്ലാഹു, ഈ മജ്ലിസ് കാണാൻ കഴിയാതെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ഞങ്ങൾ ഇന്നിവിടെ പറഞ്ഞു പോയ സാധുക്കളുണ്ട്. അല്ലാഹു, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് മരിക്കുമെന്ന ബോധത്തോടു കൂടെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈമാൻ നീ സലാമത്താക്കണേ റഹ്മാനെ. റബ്ബേ, നമസ്കാരം ഒഴിവാക്കുന്ന ഫാജിരീങ്ങളിൽ തമ്മാടികളിൽ സാധുക്കളായ ഞങ്ങളെ നീ പെടുത്തരുതേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ അടുക്കൽ വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക, അവിടുത്തോടുള്ള ഹബ്ബ് പ്രകടിപ്പിക്കുക. അല്ലാഹുവേ, അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാക്കി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനെ. ധാരാളം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും സ്വലാത്തുകൾ ചൊല്ലാനും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹ്, നിന്നെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു കൂട്ടിയവരാണ്, ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി തെറ്റുകൾ ചെയ്തു കൂട്ടിയതിന് കണക്കില്ല റബ്ബേ. ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. നിന്റെ ഔദാര്യം കൊണ്ട് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. തെറ്റില്ലാത്ത നല്ലൊരു ജീവിതം നൽകണേ റഹ്മാനെ. അല്ലാഹു, ഈ പരിപാടി വീക്ഷിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ റബ്ബേ. കുടുംബത്തിൽ ശിഥിലത നൽകരുതേ റഹ്മാനെ. നാട്ടിൽ ഐക്യം നൽകണേ റഹ്മാനെ. നാട്ടിൽ ഫിത്ന ഫസാദിനെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. കൊറോണയെ തൊട്ട് കാക്കണേ റഹ്മാനെ. രോഗികൾക്ക് നീ ശമനം നൽകണേ റഹ്മാനെ. അവർക്ക് നീ സന്തോഷം നൽകണേ റഹ്മാനെ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ റഹ്മാനെ. ആരോഗ്യം നൽകണേ റഹ്മാനെ. മരണപ്പെട്ടവരുടെ ഖബർ നീ വെളിച്ചമാക്കണേ റഹ്മാനെ. ജന്നാത്തുൽ നഈമിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങൾ ഉസ്താദുമാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ
اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. مولاي صل وسلم دائما أبدا على حبيبك الخلق كلهم يا أكرم الخلق لمن ألوذ به سواك عند حلول للحادث العميم. مولاي صل وسلم دائما أبدا على حبيبك الخلق كلهم ولن يضيق رسول الله جاءك فيهم إلى الكريم تزال باسم منتقمين. مولاي صل وسلم دائما أبدا على حبيبك فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نقص لا تقنطي بسلة الهومان إن الكبائر في العفران كاللبن. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. لعل رحمة ربك حين يقسمها تأتي على حسب العصيان في القسم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي واجعل رجائي غير منعكسي لديك واجعل حسابي غير منخرب. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. والتف بعبدك في الدارين إن له صبرا متى تدعو الأموال ينهزمي. مولاي صل وسلم دائما أبدا
الباري صبا وتراب الغيث بالغيث بالنومي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ثم الرضا عن ابي بكر وعن عمر وعن علي وعن عثمان الكريم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين له أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا يا واسع الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا يا واسع الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ആതിര തോൽക്കും ശോഭയിതോ ആയിര പൗർണമി കണ്ണൊളിവോ ആതിര തോൽക്കും ശോഭയിതോ ആയിര പൗർണമി കണ്ണൊളിവോ രാവിൽ നിലാവിൽ കതിരിടുന്നൊരീ പ്രഭയോ ഇരുളിൽ കതിരിടും മദിനൂറൻ നബിയോ ഖൈറുൽ ബശറായി മണ്ണിൽ വന്ന ഹാത്തിമയേ ഖൈറുൽ ബശറായി മണ്ണിൽ വന്ന ഹാത്തിമയേ ഖാലിഖിൻ നൂറായി ഉദയം അങ്ങ് മരുഭൂതീരം കടൽജലിന്റെ മൂടുപാടം നീക്കിയോരേ അസനദീതോ കടൽജലിന്റെ മൂടുപാടം നീക്കിയോരേ തിരയുവതേ ദിനിൻ കമാൽ ദീദിയോടെ തീർത്ത ചെയ്തേ. तुहा महबूबे ताजा महशूके तारे प्रभेगी मणि मक्कतुनि ചെയ്തോരേ അറിവിന്റെ റമല്ലേ അലിവിൻ പൊരുളല്ലേ അഹദിൻ പ്രിയദൂതരായി വന്ന് ചേർന്നോരല്ലേ എൻ മോഹമാണേ എന്റെ ഹാജത്താണേ എൻ മോഹമാണേ എന്റെ ഹാജത്താണേ ും
പരിമളമിതളുകൾ നിൽക്കേ വിരിയുന്ന മുല്ലപ്പൂവേ ചൊല്ലുമോ പാതിരാവിന്മേലെ ചിരി തൂകിടും നിലാവേ പരിമളമിതളുകൾ നിൽക്കേ വിരിയുന്ന മുല്ലപ്പൂവേ ചൊല്ലുമോ ഈ അഴകും പരിമളവും ഈ നിറവും മൃദുതളവും അരുളിയ നാഥനെ വാഴ്ത്തിടുന്നേ ഈ മിഴിവും ഈ കഴിവും ഈ ചിരിയും കുളിച്ചൊരിയും വിധാനിച്ച മന്നവാപ്പുകൾ പാടിടാം ഹംദു സനാലക റബ്ബി ലക്കൽ ഹംദു ലയുംനു റബ്ബി വിലാരംഭനായകാപ്പുകൾ പാടിടാം യാ അല്ലാഹ് യാ അല്ലാഹ് യാ ഹന്നാൻ യാ ദയ്യാൻ യാ ഹന്നാൻ യാ ദയ്യാൻ പാതിരാവിന്മേലെ ചിരി തൂകിടും നിലാവേ പരിമളമിതളുകൾ നിൽക്കേ വിരിയുന്ന മുല്ലപ്പൂവേ ചൊല്ലുമോ വിളിക്കുന്നു നിന്നെ പുരാനേ വിധിക്കിന്നിൽ മോക്ഷം തരാനേ വിളിക്കുന്നു നിന്നെ പുരാനേ വിധിക്കിന്നിൽ മോക്ഷം തരാനേ ഇഹ പരാജയം സദാ തരും പാലക ഹിദായത്തിൻ മാർഗം എന്നിൽ അരുരക്ഷക കൽമമൊഴിഞ്ഞിടുമതരമരങ്ങിൽ കൽവിൽ സാനേകുവാൻ കൽമമൊഴിഞ്ഞിടുമതരമരങ്ങിൽ കൽവിൽ സാനേകുവാൻ തഖബ്ബൽ ദുആ യാ സലാം തഖബ്ബൽ ദുആ യാ സലാം യാ അല്ലാഹ് യാ അല്ലാഹ് യാ ഹന്നാൻ യാ ദയ്യാൻ യാ ഹന്നാൻ യാ ദയ്യാൻ പാതിരാവിന്മേലെ ചിരി തൂകിടും നിലാവേ പരിമളമിതളുകൾ നിൽക്കേ വിരിയുന്ന മുല്ലപ്പൂവേ ചൊല്ലുമോ വിളിക്കുന്നു നീയും മന്നവാ ചിരിക്കുന്ന സ്വർഗം കാണുവാൻ വിളിക്കുന്നു നീയും മന്നവാ ചിരിക്കുന്ന സ്വർഗം കാണുവാൻ ഹിതം സദാ വരച്ചിടാൻ വിധി കൂട്ടണേ ജഹന്നത്തിൻ താപം എന്നിൽ അകറ്റിടണേ
കരുണ നിലാവേ റസൂൽ മൊഴി കാട്ടും തണലിൽ എന്നെ ചേർക്കുവാൻ തവസ്സൽതു ബിസ്മില്ലാഹ് توسلت بسم الله يا الله يا الله يا ديان يا ديان يا ديان يا ديان പാതിരാവിന്മേലെ ചിരിതൂവിടും നിലാവേ പരിമളമിതളുകളെത്തി വിരിയുന്ന മുല്ലപ്പൂവെ ചൊല്ലുമോ ഈ അഴകും പരിമളവും ഈ നിറവും മൃദുതളവും അരുളിയ നാദനേ വാഴ്ത്തിടുന്നേ ഈ മിഴിവും ഈ കഴിവും ഈ ചിരിയും കുളിച്ചൊഴിയും വിധാനിച്ച മന്നവാക്കുകൾ പാടിടാം حمد سنا لك ربي لك الحمد ليمدو ربي നിലാരംഭനായക പുകൾ പാടിടാം യാ അല്ലാഹ് യാ അല്ലാഹ് യാ ഹന്നാൻ യാ ദയ്യാൻ യാ ഹന്നാൻ യാ ദയ്യാൻ ലരോളം ഞാൻ കിടന്നു ത്വാഹവന്നില്ല പാപിയാണെന്നാലും ആശ തീർന്നില്ല പൂമണം വീശും മദീന ഒന്നു കണ്ടില്ല പാപി പാടിയ പാട്ടിനിഷ്ടല്ലാതെയൊന്നില്ല പുലരുവോളം ഞാൻ കിടന്നു ത്വാഹവന്നില്ല പാപിയാണെന്നാലും എന്നെ ആശ തീർന്നില്ല കണിമുത്ത് നൂറേ നല്ല കണിമുത്ത് നൂറേ കിനാവ് കണ്ടു ഞങ്ങൾക്ക് മത് ചൊല്ലി മത് ചൊല്ലി മദനം നിലാവേ നല്ല മദനം നിലാവേ മത് പാടി ഞങ്ങൾക്ക് മദത് തേടി നൂറേ നല്ല മണിമുത്ത് നൂറേ കിനാവ് കണ്ടു ഞങ്ങളിന്ന് മത് ചൊല്ലി ആശയുണ്ടൻ മഹനൂവേ ആസമീതത്തെ കനയാത്ത
എന്നിലണയില്ലേ തനിയെ എന്നിലണയില്ലേ അമ്പലമുറ്റത്തമ്മിഴി വന്നത് നമ്പിയരാജനെ കാണാനോ എന്നമ്പിയരാജനെ കാണാനോ ചെമ്പകമേ വീതവിളിച്ചതനുത്തിനെ മുത്തി മണക്കാനോ പൂമുത്തിനെ മുത്തി മണക്കാനോ അമ്പലമുറ്റത്തമ്മിഴി വന്നത് നമ്പിയരാജനെ കാണാനോ എന്നമ്പിയരാജനെ കാണാനോ ചെമ്പകമേ വീതവിളിച്ചതനുത്തിനെ മുത്തി മണക്കാനോ പൂമുത്തിനെ മുത്തി മണക്കാനോ പൂങ്കുയിലേ നീ പാട്ടു പാടിയതെന്റെ ഹബീബിനുറക്കാനോ നീ എന്റെ ഹബീബിനുറക്കാനോ പൂമയിലേ നീ പീലി വിടർത്തിയതാൽ പുഞ്ചിരി കാണാനോ ആ പാൽ പുഞ്ചിരി കാണാനോ അമ്പലമുറ്റത്തമ്പിളി വന്നത് നമ്പിയരാജനെ കാണാനോ എന്നമ്പിയരാജനെ കാണാനോ ചെമ്പകമേ നീതവിളിച്ചത് മുത്തിനെ മുത്തി മണക്കാനോ പൂമുത്തിനെ മുത്തി മണക്കാനോ യാ സയ്യിദി യാ സനദി ആമിന ബീവി കോമലിദി ആറ്റൽ തനിയാരോ മൽതനി ആഹിറ നാളിനൻ മദദി യാ സയ്യിദി യാ സനദി ആമിന ബീവി കോമലിദി ആറ്റൽ തനിയാരോ മൽതനി ആഹിറ നാളിനൻ മദദി يا سندي آمين بيبي يوم الندي آتكني يا يوم البني آخر نار المدني يا سندي آمين بيبي يوم الندي آتكني يا يوم البني آخر نار المدني الشياريات شرب مدى അലഞ്ഞതയുന്ന ഭൂമിയതാ വിശ്വസിന്ന പതികരിലായി മരിപ്പീടുവമനമതാ ചൊല്ലിൽ തട്ടും വൈത്തും പാടി പാടി പാടും പാടും മാനം പാടി വിളിക്കും നേരം കൗതിൽ വിട്ട് പറന്നിടാൻ കണ്ണീര കുഞ്ഞാരെ കൈകൾ കൊണ്ടും തോരെ കണ്ണീരുള്ളിലാവും പോയി പിന്നെ കണ്ണും കാണാനായി യാ സയ്യിദി യാ സനദി ആമിന ബീവി കോമലിദി ആറ്റകനി യാ മൽകനി ആഖിറ നാളിലൻ മദദി ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ അലി ഖൈദറിൻ പ്രിയ വിടൽ ഫാത്തിമ ആശിച്ചൊരു റൂമൻ പഴം തിന്നുവാൻ അത് പൂമാരനോട് പറഞ്ഞു വാങ്ങാൻ ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യില് ഉടുപ്പിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ കാഫുമല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ കാരക കായ്ക്കുന്ന നാടിന്റെ പതിനൂറ് കിസ് പറഞ്ഞാട്ടെ ആമിന കോമന പൂമകനായി ആരും പോയിട്ട് നേരം ആര
വിലസിടുന്നാനീ മാണിക്യമലരായ ഭൂമി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്നാനീ ആദിയോവൽ മൈനരായി പാടച്ചുവച്ച മുഹമ്മദാ ബദറിലും ബദലങ്കിടുന്നോരെ കാണുവാൻ വീതി ഏകല്ലാ الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب മണ്ണിലെ താരമേ പതി റോള വാഴുന്ന സുനമേ ഇഷ്കറിയാതെ ചൊല്ലിടും ദൈവ സ്നേഹഗീതവും കേൾക്കണേ അസ്സലാത്തു വസ്സലാമു അലൈക യാ رسول الله الصلاة والسلام عليك يا حبيب ായൊരു അഷ്റഫുൻ നബി പാടിടും നീവർ ആശയായി ആഗ്രഹങ്ങളാലേറെയുണ്ട് ഉപചാരത്തിൽ ചൊന്നിടാൻ الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب പോയൊരു കൽവും കൊണ്ടിവർ വന്നിടാ അവഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണേ സയ്യിദീ الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله മണ്ണിൽ എത്തും നേരത്ത് കൈവടിയല്ലേ യാനബി മൗത്തിനേരത്തും ഉമ്മത്തി എന്നൂരത്തോരാണെന്റെ വാരിദി الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله പാനവും നൽകണേ ഞങ്ങൾ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈപിടിക്കണം ഞങ്ങളെ الصلاة والسلام عليك يا رسول الله الصلاة